13 വർഷത്തെ ഹിറ്റില്ലാത്ത വരൾച്ചയ്ക്ക് കറുപ്പിലൂടെ അവസാനം കുറിച്ച സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. അനൗൺസ്മെന്റ് മുതൽ സൂര്യയുടെ ആരാധകർ പ്രതീക്ഷ വെച്ച ചിത്രം ഫാമിലി എന്റർടൈനറായാണ് സംവിധായകൻ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഏറെ കാലത്തിനു ശേഷം ഫീൽ ഗുഡ് റോഡിലേക്ക് സൂര്യ തിരിച്ചെത്തുമ്പോൾ ലഭിക്കുന്നത് മികച്ചൊരു സിനിമാനുഭവം തന്നെയാണ്. ഇന്ത്യയിലെ ബില്യണയർമാരിൽ ഒരാളായ സഞ്ജയ് വിശ്വനാഥിനെ ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത്. അമ്മയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന സഞ്ജയ് വിശ്വനാഥിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. സഞ്ജയുടെ ജീവിതത്തിലേക്ക് അയാളുടെ മകൻ കടന്നു വരുന്നതും പിന്നീട് നടക്കുന്ന കാര്യങ്ങളുമാണ് ചിത്രത്തിന്റെ കഥ. ഇമോഷനും കോമഡിയും ഫാമിലി സെന്റിമെന്റ്സും എല്ലാം ചേർന്ന് നല്ലൊരു ഫീൽ ഗുഡ് പാക്കേജായാണ് വെങ്കി അറ്റ്ലൂരി വിശ്വനാഥ് സൺസ് അണിയിച്ചൊരുക്കിയത്. ഏറെ കാലത്തിന് ശേഷം ചാർമിംഗ് ആയിട്ടുള്ള സ്ക്രീനിൽ നല്ല എനർജറ്റിക് ആയ സൂര്യയെ അവതരിപ്പിക്കാൻ വെങ്കിക്ക് സാധിച്ചിട്ടുണ്ട്. അതിമനോഹരമായ ആദ്യ പകുതിയും ഇടയ്ക്ക് ചെറുതായി ക്രിഞ്ചിലേക്ക് പോകുന്ന സെക്കൻഡ് ഹാഫും ചേർന്ന ചിത്രമെന്ന് വിശ്വനാഥ് സൺസിനെ വിശേഷിപ്പിക്കാം. സൂര്യ മമിത റൊമാൻസ് എങ്ങനെ അവതരിപ്പിക്കുമെന്നായിരുന്നു സിനിമയുടെ അനൗൺസ്മെന്റ് മുതൽ ഏറ്റവും വലിയ ടെൻഷൻ. പ്രായക്കൂടുതലുള്ള നായകനോട് നായികയ്ക്ക് പ്രണയം തോന്നാനുള്ള കാരണവും പിന്നീട് നായികയുടെ റൊമാൻസും വെങ്കി കയ്യടക്കത്തോടെ അവതരിപ്പിച്ചു. സിനിമയുടെ അവസാനം ഈ റൊമാൻസ് എങ്ങനെ കൺക്ലൂഡ് ചെയ്യും എന്നുള്ള വിധവും മികച്ചതായിരുന്നു. അച്ഛൻ മകൻ അമ്മ മകൻ ഇമോഷനെ വളരെ ഭംഗിയായി തന്നെയാണ് സംവിധായകൻ വരച്ചു കാട്ടിയിട്ടുള്ളത്. ഒന്ന് പാളിയൽ അങ്ങേയറ്റം മോശമാക്കേണ്ട പല കാര്യങ്ങളെയും കൈയടക്കത്തോടെ അവതരിപ്പിച്ചതും കയ്യടി അർഹിക്കുന്നുണ്ട്. ചാരിറ്റി നന്മമരം നായകൻ എന്ന ക്ലീഷയെ ചെറുതായി തകർത്ത സിനിമയിലെ ചില ഏരിയയും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ നായകന്റെ ഹീറോയിസം കാണിക്കാൻ വേണ്ടി ഇടയ്ക്ക് 2 ഫൈറ്റ് സീക്വൻസുകൾ കുത്തിക്കയറ്റിയത് അത്ര നല്ലതായി തോന്നിയില്ല. സൂര്യയുടെ ആരാധകരെ ആവേശത്തിലാക്കാൻ വേണ്ടി ഈ ഫൈറ്റ് സീനുകൾ ഉൾപ്പെടുത്തിയതാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വന്ന ദി വൺ സൂര്യ എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും മികച്ചതാക്കി. ഗജിനി, വാരണമായിരം എന്നീ ചിത്രങ്ങളിൽ കണ്ട പഴയ സൂര്യയെ ഈ സിനിമയിൽ കാണാൻ സാധിക്കും. കോമഡി വഴങ്ങില്ല എന്ന് വിമർശിച്ചവർക്ക് മറുപടി നൽകി കോമഡി സീനിലും താരം തിളങ്ങി നിന്നു. ഇമോഷണൽ സീനിലും താൻ ദി വൺ തന്നെയാണെന്ന് സൂര്യ തെളിയിച്ചു. മമിത ബൈജു ടീസർ മുതൽ ഓരോ അപ്ഡേറ്റിലും ക്യൂട്ട്നെസ് മെഴുകലെന്ന വിമർശനത്തിന് തന്റെ പെർഫോമൻസിലൂടെ മമിത മറുപടി നൽകി. മാഡി എന്ന കഥാപാത്രം കാണിക്കുന്ന കാര്യങ്ങൾ ക്യൂട്ടാണെങ്കിലും അതിനെ ക്രിഞ്ചിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ മമിതയ്ക്ക് സാധിച്ചു. 26 വയസ്സ് വ്യത്യാസമുള്ള സൂര്യയുമായി നല്ല കെമിസ്ട്രി തോന്നിക്കാനും മമിതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സൂര്യയ്ക്കും മമിതയ്ക്കും ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം രാധിക ശരത്കുമാറിന്റേതാണ്. ചില സീനുകളിൽ സൂര്യയേക്കാൾ മികച്ച പ്രകടനം രാധിക കാഴ്ചവെച്ചിട്ടുണ്ട്. രാധിക മമിത കോംബോ സീനുകൾ ഈ സിനിമയുടെ ആത്മാവാണെന്ന് തന്നെ പറയാം. തായ്ക്കിഴവയ്ക്ക് ശേഷം രാധിക തന്റെ പെർഫോമൻസ് കൊണ്ട് കയ്യടി നേടിയുകയാണ്. ചെറിയ സ്ക്രീൻ ടൈം കൊണ്ട് രവീണ ടണ്ടനും മനസ്സിൽ തങ്ങി നിൽക്കുന്ന പ്രകടനം കാഴ്ചവെച്ചു. സുനിൽ റെഡ്ഡി, നാസർ, ഭവാനിശ്രീ, ജോർജ് മരിയൻ, കാളി വെങ്കട് എന്നിവർ അവരുടെ ഭാഗം കൃത്യമായി ചെയ്തിട്ടുണ്ട്. 120 കോടി ബജറ്റിന്റെ ഗ്രാൻഡൂർ ഓരോ സീനിലും കൊണ്ടുവരാൻ വെങ്കിക്ക് സാധിച്ചെന്ന് പറയാം. റിച്ച് ഫ്രെയിമുകളും അതിനൊത്ത സെറ്റുകളുമെല്ലാം കണ്ണിന് നല്ല ഫ്രഷ്നെസ് നൽകുന്നവയായിരുന്നു. സഞ്ജയ് വിശ്വനാഥിന്റെ വലിയ ലോകം സംവിധായകൻ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബംഗ്ലാന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ, നിമിഷ് രവിയുടെ ഛായാഗ്രഹണം എന്നിവ അതിനൊത്ത് ടോപ്പ് ലെവലായി വന്നെന്ന് വിശേഷിപ്പിക്കാം. GV പ്രകാശ് സൂര്യ ബോർഡിന് ശേഷം സൂര്യയ്ക്ക് വേണ്ടി GVP ഒരുക്കിയ സംഗീതം ഗംഭീരമായിട്ടുണ്ട്. ദി വൺ എന്ന ടൈറ്റിൽ കാർഡും ഇമോഷണൽ സീനിലെ BGMഉം എല്ലാം മികച്ചു നിന്നു. മൊത്തത്തിൽ പണക്കാരുടെ പരാധീനതകൾ പറഞ്ഞു വെക്കുന്നതിനോടൊപ്പം ചില ഫീൽ ഗുഡ് മൊമെന്റുകൾ സമ്മാനിച്ച ചിത്രമാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. വിശ്വനാഥിന്റെ ഈ വാരിസുകൾ ഒട്ടും മോശമല്ല.